ഹായ് എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്ന മാത്സ്, റീസണിങ് ഈ രണ്ട് സബ്ജക്റ്റ് RRB NTPC എക്സാമിന് വേണ്ടി നമുക്ക് എങ്ങനെ പഠിക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിന്റെ സിലബസ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഓൾറെഡി NTPC എഴുതാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, പിന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. അപ്പം അതിനുവേണ്ടി മാത്സ്, റീസണിങ് ആ രണ്ട് കാര്യങ്ങൾ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്നത് ആദ്യം നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ. നമ്മൾ ഏത് എക്സാം എഴുതുന്നതിന് മുന്നേ നമ്മൾ പാറ്റേൺ അറിയണം. അത് കഴിഞ്ഞിട്ട് എന്താ മാത്സിന്റെ സിലബസ്, മാത്സിന്റെ വെയിറ്റേജ്, ഓരോ ടോപ്പിക്കിന്റെ വെയിറ്റേജ്, അതുപോലെ റീസണിങ്ങിന്റെ സിലബസ്, റീസണിങ്ങിന്റെ വെയിറ്റേജ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റഡി പ്ലാൻ. നമ്മൾ എങ്ങനെയാണ് ഈ എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഈ രണ്ട് സബ്ജക്റ്റ് ഏതൊക്കെ തരത്തിൽ നമ്മൾ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക, കൃത്യമായി ഈ സബ്ജക്റ്റിനെ പറ്റി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാമിന്റെ പ്രോസസ്സ് നോക്കിയാൽ നമുക്കറിയാം എങ്ങനെയാണ്. CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്. ഈ രണ്ട് എക്സാമാണുള്ളത്. അത് കഴിഞ്ഞിട്ട് എന്താ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ. അപ്പോൾ ഈ രണ്ട് എക്സാമാണുള്ളത്. CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്. അപ്പോൾ ഈ രണ്ട് എക്സാമിന്റെ പാറ്റേൺ നോക്കിയാൽ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. CBT 1 നോക്കിയേ 100 മാർക്കാണുള്ളത്, 100 ക്വസ്റ്റ്യൻ 100 മാർക്ക്, പക്ഷേ 90 മിനിറ്റ് ആണുള്ളത്. ഇനി CBT 2 നോക്കിയാലോ എത്ര, 200 ക്വസ്റ്റ്യൻ, 120 ക്വസ്റ്റ്യൻ ഉണ്ട്. 120 ക്വസ്റ്റ്യൻ 90 മിനിറ്റ് ആണ്. രണ്ട് സ്ഥലത്തും ടൈം ഒരുപോലെയാണ്, 90 മിനിറ്റ് ആണ്, 1.5 മണിക്കൂറാണ്. പക്ഷെ ഇവിടെ 100 ക്വസ്റ്റ്യനും ഇവിടെ 120 ക്വസ്റ്റ്യനും ആണ് ഉള്ളത്. ക്ലിയർ? ആ കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ മെയിനായിട്ട് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഏതാണ്, മാത്സ്, റീസണിങ്, അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. CBT 1 നോക്കിയാലോ, CBT 1 നോക്കിയാൽ 30. CBT 2 നോക്കിയാലോ എത്രയാണ്, 35. അങ്ങനെ ടോട്ടല് ഈ രണ്ട് ഏരിയയിൽ നിന്നും കൂടിയിട്ട്, അതായത് CBT 1 നോക്കിയാൽ 100-ൽ 60 മാർക്ക്, 100-ൽ 60 നമുക്ക് എവിടെ നിന്നാണ്, മാത്സ്, റീസണിങ് ആണ്. ഇനി ഇവിടെ നോക്കിയാലോ 120-ൽ 70 മാർക്കും, 120-ൽ 70 മാർക്ക് നമുക്ക് എവിടെ നിന്നാണ്, മാത്സ്, റീസണിങ് ആണ്. ക്ലിയർ? അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ? രണ്ട് ഏരിയയിലും കൂടിയിട്ട് മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്, മാത്സ്, റീസണിങ് ആണ്. അപ്പോൾ അതെങ്ങനെ പഠിക്കാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ CBT 1 NTPC ഗ്രാജുവേറ്റ് ലെവൽ CBT 1 കട്ട് ഓഫ് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. എന്താണ് ഇവിടെ നോക്കിയേ, ഇത് തിരുവനന്തപുരത്തിന്റെ കട്ട് ഓഫ് ആണ്. എന്താണ്, ഒരു 70 മുതൽ, അതായത് നമുക്ക് ഒരുപാട് പോസ്റ്റ് ഉണ്ടല്ലോ, അതിൽ ഒരു 70 മുതൽ എത്രയാ, 73 വരെയാണ് ഇവിടുത്തെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്, URന്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ ഇവിടെ നോക്കിയത് ചെന്നൈന്റെ ആണ്. ചെന്നൈന്റെ നോക്കിയാലും 70 മുതൽ ഒരു 80 വരെ, 70 മുതൽ 79.89, അപ്പോൾ 70 to 80 ആണ് ഇവിടെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ ബാംഗ്ലൂർ നോക്കിയാൽ 67 to 76 ആണ് CBT 1 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് CBT 1 കട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു 70 to 80 ആണ് കട്ട് ഓഫ് റേഞ്ച് പറയാം. നിങ്ങൾ നോക്കിയാൽ ഇവിടെ 67 to 76, 70 to 80, 70 to 73. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 70 to 80 വാങ്ങിയാൽ ഇവിടെ സേഫ് ആണ്. 80 വാങ്ങിയാൽ നിങ്ങൾക്ക് എല്ലാ പോസ്റ്റിലേക്കും എലിജിബിൾ ആണ്. CBT 1 എന്താ 80 വാങ്ങിയാൽ എല്ലാ പോസ്റ്റിലേക്കും എലിജിബിൾ ആണ്. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താ, 80 അടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. 80 പ്ലസ് അടിക്കണം. കാരണം കട്ട് ഓഫ് 80 ആണ് വരുന്നത്, പക്ഷെ നമുക്കത് പറയാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് നോർമലൈസ് ചെയ്ത മാർക്കാണ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് നോർമലൈസ് ചെയ്യുമ്പോൾ കൂടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും 80 നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കാം. അപ്പൊ അതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കട്ട് ഓഫ് 70 to 80 ആണ്. നിങ്ങൾ നോക്കിയാൽ മാത്സ്, റീസണിങ്ങിന്റെ ഏരിയ മാത്രം നോക്കിയാൽ CBT 1 എത്രയാ, 60 ആണുള്ളത്. ഇനി CBT 2 70 ആണ്. എത്രയിൽ, 120-ൽ. അപ്പൊ അവിടെ നമുക്ക് നോക്കിയാൽ ഇപ്പൊ ഒരുപാട് പേര് എക്സാം എഴുതിയിട്ടുണ്ട് CBT 2, ഏതാണ്ട് ഒരു 90 ആ റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് കട്ട് ഓഫ് വരിക. ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നതല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുകൊണ്ട് മാത്രം. നമുക്ക് അങ്ങനെ കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്യൽ അത്ര എളുപ്പമല്ല. ഓക്കെ, അപ്പോൾ ഒരു 80 to 90 ആണ് അവിടെ ഒരു ചാൻസ് എന്ന് നോക്കിയാൽ, നിങ്ങൾ നോക്കിയാൽ ഇവിടുന്ന് മാത്രം നിങ്ങൾക്ക് 70 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലായില്ലേ, 60 ആണ് ഫസ്റ്റ് ഫേസിലും, 70 ആണ് സെക്കൻഡ് ഫേസിൽ, ഇത്രയും മാർക്സ് ആണ് ഉള്ളത്. ഇനി നമ്മൾ നോക്കിയാൽ മാത്സിന്റെ സിലബസ് നോക്കിയാൽ, മാത്സിന്റെ സിലബസ് ഇങ്ങനെയാണ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ ഉണ്ടാവുക. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ ഇതിലെ തന്നെ നമ്മൾ എങ്ങനെ പഠിക്കണം എന്ന് നോക്കിയാൽ, നമുക്ക് 3 തരത്തിൽ ഇതിനെ കാറ്റഗറി ചെയ്യാം. ആദ്യം നമ്മൾ ഫണ്ടമെന്റൽസ് ആണ് പഠിക്കാനുള്ളത്. ഫണ്ടമെന്റൽസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ബേസിക് കാര്യങ്ങൾ. ഇപ്പൊ നമ്പർ സിസ്റ്റം, എന്താണ് നമ്പർ, എന്താ റാഷണൽ നമ്പർ, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളില്ലേ, ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. പിന്നെന്താ
നമ്മൾ ഫ്രാക്ഷൻസിനെ പറ്റി പഠിക്കണം, LCM പഠിക്കണം, അവിടെ തന്നെ നമ്മൾ ബോർഡ് മാസ് പഠിക്കുന്നുണ്ട്. ക്ലിയർ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം പഠിക്കുക. പിന്നെന്താ, സ്ക്വയർ റൂട്ട് പഠിക്കുക. അപ്പോൾ ഈ മാത്സിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 1 മുതൽ മസ്റ്റായി പഠിച്ചിരിക്കേണ്ട കാര്യമാണ് 1 മുതൽ 30 വരെയുള്ള സ്ക്വയേഴ്സ് പഠിക്കുക. പിന്നെ 1 മുതൽ 20 വരെ ക്യൂബ്സ് പഠിക്കുക. 1 മുതൽ 20 വരെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മിനിമം 1 മുതൽ 10 വരെയുള്ള ക്യൂബ്സ് എങ്കിലും പഠിക്കുക. ഓക്കെ, ഈ കാര്യങ്ങൾ മസ്റ്റാണ്, നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. കാരണം എന്നെങ്കിലും മാത്രമേ നിങ്ങൾക്ക് എന്താ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റൂ മാത്സിൽ. ക്ലിയർ? അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായും പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ തന്നെ നോക്കിയേ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബേസിക് ആയി പഠിക്കണം. പിന്നെ പെർസെൻറ്റേജ്, ആവറേജ്, സിംപ്ലിഫിക്കേഷൻ, ഇതൊക്കെ നിങ്ങൾ ബേസിക് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഈ ടോപ്പിക് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്താ അഡ്വാൻസ്ഡ് ലെവലൊക്കെ വരുമ്പോൾ ചെയ്യാനുണ്ട്, ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ വരുമ്പോൾ ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഫണ്ടമെന്റൽസ് പഠിക്കുക. അങ്ങനെ അതിനുശേഷമാണ് നിങ്ങൾ അപ്ലിക്കേഷൻ ലെവല് ടോപ്പിക്ക് പഠിക്കേണ്ടത്. ക്ലിയർ? അപ്പോൾ ഈ അപ്ലിക്കേഷൻ ലെവലിൽ നിങ്ങൾ നോക്കിയാൽ ടൈം ആൻഡ് വർക്ക്, പൈപ്പ് ആൻഡ് സിസ്റ്റം ആണ്. പിന്നെന്താ, അപ്പോൾ ഈ ടൈം ആൻഡ് വർക്കിലൊക്കെ നമുക്ക് എന്ത് വരും, LCM ഒക്കെ വരും. ടൈം ആൻഡ് വർക്കിൽ നമ്മൾ LCM ഒക്കെ എടുത്തിട്ട് മെത്തേഡൊക്കെ എടുത്തിട്ട് ചെയ്യുന്നില്ലേ? അപ്പോൾ നോക്കിയതാ, ആദ്യം നമ്മൾ LCM ഒക്കെ പഠിച്ചു. ഫണ്ടമെന്റൽ ആയിട്ട് LCM ഒക്കെ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ടൈം ആൻഡ് വർക്ക് പഠിക്കേണ്ടത്. അല്ലാണ്ട് നിങ്ങൾ ഈ എന്താ നമ്മൾ NTPC എക്സാമിന് പഠിക്കുന്നു, ആദ്യം തന്നെ പോയിട്ട് നിങ്ങൾ ടൈം ആൻഡ് വർക്ക് പഠിക്കരുത്. ആദ്യം നിങ്ങൾ ഫണ്ടമെന്റൽസ് ക്ലിയർ ചെയ്യുക, അതിനുശേഷം ആപ്ലിക്കേഷൻ ലെവലിൽ പോവുക. നോക്കിയാൽ പൈപ്പ് ആൻഡ് സിസ്റ്റം സെയിം ആണ് കാര്യങ്ങൾ. പിന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് വരുന്ന കാര്യങ്ങൾ പെർസെൻറ്റേജ് വരും, ആവറേജ് വരും, അതുപോലെ റേഷ്യോ പ്രപ്പോർഷൻ വരും. ഇതൊക്കെ ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ വരുന്ന കാര്യങ്ങളാണ്. ക്ലിയർ? അപ്പോൾ ആദ്യം നമ്മൾ ഫണ്ടമെന്റൽ പഠിച്ചു, പിന്നെ ഇത് പഠിക്കണം. പിന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് നോക്കിയ ഏജിന്റെ പ്രോബ്ലത്തിലൊക്കെ നമുക്ക് എന്താ വരിക, റേഷ്യോ ആണ് അവിടെ മെയിൻ ആയിട്ട് വരിക, റേഷ്യോ വരും. ക്ലിയർ? പ്രോഫിറ്റ് ആൻഡ് ലോസിലും അതൊക്കെ തന്നെയാണ് വരിക, പെർസെൻറ്റേജ്, റേഷ്യോ. ക്ലിയർ? അപ്പോൾ ഫണ്ടമെന്റൽസ് പഠിച്ചു, അത് കഴിഞ്ഞിട്ട് അപ്ലിക്കേഷൻ ലെവല് പഠിക്കണം. അതിനുശേഷമാണ് നമ്മൾ എന്താ ഇത് നോക്കിയേ, ഇവിടെ അഡ്വാൻസ്ഡ് ലെവൽ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഫോർമുലാസ് ഒക്കെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടി വരും. ആൾജിബ്ര ഉണ്ട്, ജോമെട്രി ഉണ്ട്, സ്റ്റാറ്റി ഉണ്ട്, പിന്നെന്താ മെൻസുറേഷൻ, ട്രിഗണോമെട്രി. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ കുറച്ച് ഫോർമുലാസ് ഒക്കെ നിങ്ങൾ പഠിക്കേണ്ടി വരും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 3 തരത്തിൽ നമ്മൾ ഇതിനെ കാറ്റഗറി ചെയ്തിട്ടില്ല, മാത്സിനെ കാറ്റഗറി ചെയ്തിട്ടില്ല. ക്ലിയർ? ഇനി നമ്മൾ കഴിഞ്ഞ CBT 1ന്റെ മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് ഇത്രയും ഏരിയയിൽ നിന്നാണ് മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങൾ നോക്കിയാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന നമ്പർ സിസ്റ്റത്തിന് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് ചോദിക്കുന്ന ഏരിയയാണ് റേഷ്യോ പ്രപ്പോർഷൻ വരാറുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക. നമ്മൾ എല്ലാ ടോപ്പിക്കിൽ നിന്നും ഏതാണ്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കൊടുത്തേ ഉള്ളൂ. എല്ലാ ടോപ്പിക്കും നിങ്ങൾ, അതായത് ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ കൃത്യമായി പഠിച്ചാൽ നിങ്ങൾക്ക് 30 മാർക്ക് CBT 1ന് കൃത്യമായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് മാത്സ്. ഓക്കെ, അതുപോലെ CBT 2ൽ 35. അപ്പോൾ കറക്റ്റായി പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യണമെന്ന് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്, നിങ്ങൾ മുഴുവനായി കാണണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത്രയും ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, നമ്പർ സിസ്റ്റം ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ടൈം ആൻഡ് വർക്ക് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഡിസ്ട്രിബ്യൂഷൻ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇനി നമ്മൾ റീസണിങ് നോക്കിയാൽ റീസണിങ്ങിന്റെ സിലബസ് ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ റീസണിങ്ങിനെ തന്നെ നമുക്ക് 2 തരത്തിൽ പറയാം. സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇതിനെ നമ്മൾ 2 തരത്തിൽ റീസണിങ്ങിനെ പറയാം. എങ്ങനെയാണ്? നിങ്ങൾക്ക് അറിയാവുന്നതാണ്, വെർബൽ റീസണിങ്ങും നോൺ വെർബൽ റീസണിങ്ങും. 2 തരത്തിലുള്ള റീസണിങ് ഉണ്ട്. ക്ലിയർ? അപ്പോൾ എന്താണ് ഈ വെർബൽ റീസണിങ്? വെർബൽ റീസണിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേർഡ്സ്, ലാംഗ്വേജ്, ഇതൊക്കെ ലോജിക്, അതായത് വേർഡ്സും ലാംഗ്വേജ് ഒക്കെ വെച്ച് ചെയ്യുന്ന സാധനമാണ് വെർബൽ റീസണിങ്. അപ്പോൾ നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമ്മൾ ഫിഗേഴ്സ്, ഷേപ്പ്, അതൊക്കെയാണ് നോൺ വെർബലിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇതിനെ കാറ്റഗറി ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ മനസ്സിലാവും എന്താണ് വെർബൽ, എന്താണ് നോൺ വെർബൽ. അപ്പോൾ ഈ നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, മിറർ ഇമേജ്, വാട്ടർ ഇമേജ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് നമ്മൾ കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ്, അതൊക്കെയാണ് നമ്മൾ ഇവിടെ നോൺ വെർബലിൽ പഠിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഈ 2 തരത്തിലുണ്ട് നമുക്ക് എന്താ റീസണിങ്. അതിൽ തന്നെ നോൺ വെർബലിൽ ക്വസ്റ്റ്യൻസ് കുറവാണ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും അത് പഠിക്കാണ്ടിരിക്കരുത്. വെർബലിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഈ 2 തരത്തിൽ റീസണിങ് ഉണ്ട്. ഇനി നമ്മൾ ഏതൊക്കെയാണ് ആ ടോപ്പിക് എന്ന് നോക്കാം. വെർബൽ റീസണിങ് നോക്കിയാൽ ഞാൻ പറഞ്ഞു എന്താ, അനലോഗീസ്, ഇത് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് അനലോജിയിൽ നിന്ന് ചോദിക്കാറ്. പിന്നെ സീരീസ് കംപ്ലീഷൻ, ഇത് 2 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ? ബാക്കിയൊക്കെ ചോദിക്കാറുണ്ട്, പക്ഷേ ഇതെന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ക്ലിയർ? പിന്നെ കോഡിങ് ഡീകോഡിങ് ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതായത് CBT 1ൽ ചോദിച്ചാണെങ്കിൽ നമുക്ക് കാണാം എന്താ, സെയിം പാറ്റേണിൽ തന്നെ ഒരു 2-3 ടൈപ്പിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു. പുതിയതായിട്ടുള്ള ഒരു പാറ്റേൺ ഒക്കെ ഉണ്ട്. അതായത് എങ്ങനെയാണ്, നമുക്ക് ഒരു പേജ് വലിയ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും തരിക, വലിയ ക്വസ്റ്റ്യൻ ഉണ്ടാവും, പക്ഷേ
വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് കോഡിംഗ് ഡീകോഡിംഗ് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കിയാൽ ആദ്യം ഒരു ടേബിൾ തരും. ഇവിടെ എന്താ ഏതെങ്കിലും കോഡ് ഉണ്ടാവും. അതായത് ഇപ്പോൾ 1ന്റെ കോഡ് അറ്റ്, 2ന്റെ കോഡ് എന്താ പെർസെൻറ്റേജ്, അങ്ങനെ 3ന്റെ കോഡ് പ്ലസ്, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഒരുപാട് ഒരു 2-3 സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സെക്കൻഡ്, തേർഡ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറയും. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് എന്താ ഒരു 2AB ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്നിട്ട് ഇവിടെ സ്റ്റേറ്റ്മെന്റ് തരും. അതായത് ഇപ്പോൾ ഇതിൽ ഫസ്റ്റത്തത് ഈവൻ നമ്പർ ആണെങ്കിൽ, ഈവൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റുപ്പേ എന്നുള്ള കോഡ് ഇടുക. ഇനി സെക്കൻഡ് ആകുമ്പോൾ സെക്കൻഡ് ഈവൻ ആണെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ ആണ്, അതായത് സ്റ്റേറ്റ്മെന്റ് ആണ്. ഈവൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡോളർ എന്ന് ഇടുക. ഇങ്ങനെയൊക്കെ തരും. അപ്പൊ നിങ്ങൾ നോക്കുക ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കുക. ഇപ്പൊ ഫസ്റ്റ് നോക്കിയാൽ ഈവൻ കറക്റ്റ് ആണ്, അപ്പൊ ഇതിന്റെ കോഡ് ഇതെന്ന് ഇടുക. പിന്നെ സെക്കൻഡിന്റെ എന്താ എ ആണ് കൊടുത്തത്, അപ്പൊ ഇവിടെ എന്റെ കോഡ് ഉണ്ടാവും. അത് നമുക്ക് ക്ലാസ് പഠിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരേ ടൈപ്പിലുള്ള ഒരു 3 ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് CBT 1 ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ? അപ്പൊ അങ്ങനത്തെ എന്താ കോഡിംഗ് ഡീകോഡിംഗ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയും ഞാനിപ്പോ പറഞ്ഞു വന്നത് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ഏരിയ ആണെന്ന് പറയുന്നു. അനലോഗിസ്, സീരീസ് കംപ്ലീഷൻ, കോഡിംഗ് ഡീകോഡിംഗ് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെന്റും ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ കുറച്ച് ലെങ്തി ആണ്. കാരണം നിങ്ങൾക്ക് അതിന്റെ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പൊ അതിന് മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ക്ലിയർ? അപ്പൊ ഇതാണ് നമ്മുടെ സിലബസ് വരുന്നത്. ഇനി നോൺ വെർബൽ നോക്കിയാൽ ഇങ്ങനെയാണ് നോൺ വെർബൽ. അപ്പൊ ഇവിടെ നമ്മൾ ഫിഗേഴ്സ്, ഷേപ്പ് ഇതൊക്കെ നോക്കിയിട്ടാണ് എന്താ ഉള്ള പ്രോബ്ലംസ് ആണ് വരാറ്. നോക്കിയ പേപ്പർ കട്ടിങ്, മിറർ ഇമേജ്, വാട്ടർ ഇമേജ്, ക്യൂബ്സ് ആൻഡ് ഐസ് ഇതൊക്കെയാണ് വരിക. അപ്പൊ ഇതൊക്കെ നമ്മൾ മൈൻഡിൽ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവിടെ നിങ്ങൾ ഒരുപാട് എഴുതിയിട്ടൊന്നും ചെയ്യാൻ പാടില്ല. ക്ലിയർ? അപ്പോൾ നമ്മൾ ഈ റീസണിങ്ങിൽ മെയിനായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ A to B, അതായത് ലെറ്റേഴ്സിന്റെ പൊസിഷൻ വാല്യൂ പഠിച്ചു വെക്കണം. അതായത് ABCD ഇതിന്റെയൊക്കെ നമ്പർ എന്താ 1 2 3 4, പിന്നെ Z ആകുമ്പോൾ 26. അതുപോലെ ഇതിന്റെ റിവേഴ്സ് ഓർഡർ ഇവിടെ 1, ഇവിടെ എന്താ 26, 25, 24. അങ്ങനെ അതിന്റെ പൊസിഷൻ വാല്യൂ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. മസ്റ്റ് ആണ്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കോഡിംഗ് ഡീകോഡിംഗ്, അനലോഗീസ് ഇതൊക്കെ നമ്മൾ ഈ കോൺസെപ്റ്റ് വെച്ചാണ് ചെയ്യുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഇത്രയും സാധനം പഠിച്ചാൽ കിട്ടുന്നത്. ക്ലിയർ? അപ്പൊ അത് പഠിക്കാനുള്ള ട്രിക്സ് ഒക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ടാവും. അതായത് എന്താ, ഞാൻ 2-3 എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. ഇപ്പൊ നിങ്ങൾ ഒരു V എന്നിട്ടോ ഇത് എടുക്കുന്നു. വിന്റെ നമ്പർ എന്തായിരിക്കും? വിന്റെ പൊസിഷൻ വാല്യൂ എന്താണ്? വിന്റെ പൊസിഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കാണിക്കില്ല, V for victory എന്ന്. അപ്പോൾ എന്താ 2 എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മളിവിടെ 22, വിന്റെ വാല്യൂ 22 ആണ്. പിന്നെ T20 കണ്ടോ, T20 ആണ്. പിന്നെ 2-3 കാര്യം M എന്ന് പറഞ്ഞാൽ ഇതിനെ തിരിച്ചിട്ടാൽ നമുക്ക് 3 പോലെ കിട്ടില്ലേ, അപ്പൊ 13 ആണ്. ഇനി W 3 പോലെ ഇല്ലേ തിരിച്ചിട്ടാൽ, അപ്പോൾ 23 ആണ്. ക്ലിയർ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ഒരുപാട് നമുക്ക് ട്രിക്സ് ഉണ്ട് ഇത് ഓർമ്മിച്ച് വെക്കാൻ. അതായത് ഇത് ബൈ ഹാർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ഈ ട്രിക്സ് വെച്ച് നിങ്ങൾക്ക് എല്ലാ നമ്പേഴ്സും ഓർമ്മിച്ച് വെക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞുതരാം. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് റീസണിങ്ങിന് വരുന്ന ടോപ്പിക്ക്. അപ്പോൾ ഇവിടെ നിങ്ങൾ മാക്സിമം പേനെ ഒഴിവാക്കാൻ നോക്കുക. മാക്സിമം പേനെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ക്ലിയർ? ഇനി മെയിനായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന നോക്കിയാൽ അനലോഗീസ്, ക്ലാസിഫിക്കേഷന് പിന്നെന്താ കോഡിംഗ് ഡീകോഡിംഗ്, പിന്നെന്താ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ. ക്ലിയർ? അപ്പോൾ ഇത്രയും ഏരിയ ആണ് മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, എന്നിട്ട് പഠിക്കുക. ക്ലിയർ? ഇനി നമ്മൾ നോക്കേണ്ടത് ഇപ്പൊ ഞാൻ പറഞ്ഞു റീസണിങ്ങിൽ തന്നെ ഹാർഡ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സീരീസ് കംപ്ലീഷൻ, അതിന്റെ പാറ്റേൺ കണ്ടുപിടിക്കൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിന് പാറ്റേൺ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 to 30 നമ്മൾ സ്ക്വയേഴ്സ് പഠിക്കണം. 1 to 10 വരെയെങ്കിലും നിങ്ങൾ ക്യൂബ്സ് പഠിക്കണം. ഓക്കെ, അത് പഠിച്ചാലാണ് നിങ്ങൾക്ക് റീസണിങ്ങിൽ സീരീസ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുക. പല സീരീസും ചിലപ്പോൾ സ്ക്വയേഴ്സിന്റെ ഇതായിരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഓപ്പറേഷൻ ഒക്കെ നിങ്ങൾ പഠിക്കണം. ഇവിടെ മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താലേ പെട്ടെന്ന് നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് കോൺസെപ്റ്റാണ് യൂസ് ചെയ്തതെന്ന് മനസ്സിലാവും. ഓക്കെ, പിന്നെ സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ. അപ്പോൾ അത് ചെയ്യുമ്പോൾ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് കൺക്ലൂഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ടൈം എടുക്കാം. കാരണം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ സോൾവ് ചെയ്യേണ്ടി വരും, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് സോൾവ് ചെയ്യേണ്ടി വരും. ക്ലിയർ? അപ്പോൾ അതും കുറച്ച് കൺഫ്യൂസിങ് ഏരിയ ആണ്. പിന്നെ നമുക്ക് വരുന്ന പസിൽ നമുക്ക് ടൈം എടുക്കാം. ക്ലിയർ? ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനൊക്കെ 2-3 പസിലൊക്കെ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പസിൽ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. ക്ലിയർ? അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നമുക്കിത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ? അടുത്തത് ഇത് നോക്കിയാൽ നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് മാത്സ് ആൻഡ് റീസണിങ്. എന്തുകൊണ്ടാണ് ഈ മാത്സും റീസണിങ്ങും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്? അതായത് ഈ എക്സാമിന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എങ്ങനെയാണ് 100 മാർക്കാണ്, അവിടെ 60 മാർക്ക് CBT 1,
120 മാർക്ക് CBT 2 ആണ്, അവിടെ 70 മാർക്ക് മാത്സ് ആൻഡ് റീസണിംഗ് ആണ്. അപ്പോൾ അതുമാത്രമല്ല ഇമ്പോർട്ടൻസ്, അതായത് ഹൈ പ്രഡിക്റ്റബിലിറ്റി ആണ്. നമ്മളിപ്പോൾ കുറച്ച് സിലബസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്ന ഈ പറഞ്ഞ സിലബസ് അതായത് ഈ ടോപ്പിക്കിൽ നിന്ന് മാത്രമാണ്. നിങ്ങൾ മറ്റ് ജനറൽ അവയർനെസ് ഒക്കെ എടുത്താൽ, കറണ്ട് അഫയേഴ്സ് ഒക്കെ എടുത്താൽ ഒരുപാട് വാസ്റ്റ് ഏരിയ ആണ്. നമുക്കൊരു ടോപ്പിക്ക് മാത്രം തരും, അതായത് ആ ടോപ്പിക്കിന് കീഴിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ മാത്സിലാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ടോപ്പിക്ക് എടുത്താൽ, ഇപ്പോൾ എന്താ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന ടോപ്പിക്ക് എടുത്തു. അപ്പോൾ അതിൽ തന്നെ നമുക്ക് 2-3 ടൈപ്പ് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ആ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിച്ച് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. അവിടെ പ്രാക്ടീസ് മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഹൈ പ്രഡിക്റ്റബിലിറ്റി ആണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഈ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരും. ആ ഏരിയയിൽ നിന്നാണ് അധികവും ക്വസ്റ്റ്യൻ വരിക. മാക്സിമം ആ ഏരിയയിൽ നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും ടോപ്പിക്ക് കറക്റ്റായി പഠിച്ചാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെന്താ, ഹൈ സ്കോറിംഗ് പൊട്ടൻഷ്യൽ ആണ് ഇപ്പോൾ പറഞ്ഞ പോലെ. പിന്നെ നിങ്ങൾ ഇതിലൊരു കാര്യം മനസ്സിലാക്കണം, എന്താ, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് ആൻസർ കിട്ടിയാൽ അത് കറക്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ക്ലിയർ? ഇനി അതല്ല, ഇപ്പം നിങ്ങൾ ജനറൽ അവയർനെസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ വരാം. അവിടെ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ആണ് ആൻസർ ആണെന്ന് കൺഫ്യൂഷൻ വരാം. പക്ഷെ ഇവിടെ കൺഫ്യൂഷൻ വരേണ്ടത് കുറവാണ്. കാരണം ആ മെത്തേഡ് അറിയുമെങ്കിൽ, നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് അറിയുമെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ കറക്റ്റ് ആയിരിക്കാനും ചാൻസ് കൂടുതലാണ്. ഇനി കമ്പാരിറ്റീവ്ലി ഷോർട്ട് സിലബസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വാസ്റ്റ് ഏരിയ അല്ല, സിലബസ് നമുക്ക് കറക്റ്റായി പറഞ്ഞിട്ടുണ്ട്. അത്രയും ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു വെക്കുക. അതിന് കീഴിലുള്ള ഓരോ ടൈപ്പ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ടോപ്പിക്ക് തന്നാൽ അതിന് 2-3 ടൈപ്പ് ഉണ്ടാവും. ആ ടൈപ്പും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മാത്സും റീസണിങ്ങും നോക്കേണ്ടത്. ഇനി നമ്മൾ നോക്കിയാൽ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി പഠിച്ചു തുടങ്ങണം. അപ്പോൾ അതിനുള്ള ഒരു 3 phase സ്റ്റഡി പ്ലാനാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ക്ലിയർ? അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഞാൻ ആദ്യം പറഞ്ഞു, ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ 3 phase ആയിട്ടാണ് നമ്മൾ ഈ മാത്സ് റീസണിങ് കംപ്ലീറ്റ് ആയി പഠിച്ച് തീർക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ആദ്യത്തെ ഫേസ് നോക്കിയാൽ, ആദ്യത്തെ ഫേസ് നമ്മൾ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യണം. അതായത് നിങ്ങൾക്കിപ്പോൾ മാത്സ് റീസണിങ് ഒന്നും അറിയില്ല. ഓക്കെ, ചിലപ്പോൾ റീസണിങ് നിങ്ങൾക്ക് കുറച്ചറിയാം. കാരണം റീസണിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റലിജൻസ് നോക്കുന്നതാണ്. അവിടെ കൂടുതൽ അങ്ങനെ പഠിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ മാത്സിൽ അങ്ങനെയല്ല, കുറച്ച് കാര്യങ്ങൾ, ഷോർട്ട് ട്രിക്ക്, ഇതൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? നിങ്ങൾ ക്ലാസ് വീഡിയോസ് കാണാം. ഓക്കെ, അതായത് നമ്മൾ കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് കാണാം. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ക്ലാസ്സിൽ പോകുന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒക്കെ ഫോളോ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ക്ലാസ് വീഡിയോ ഫോളോ ചെയ്യുക, സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഈ ക്ലാസ് വീഡിയോ ഫോളോ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നോട്ട് മേക്കിംഗ്. ഇപ്പം നിങ്ങൾ ഒരു ടോപ്പിക്ക് പഠിച്ചു, ആ ടോപ്പിക്ക് പഠിച്ചാൽ അതിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടത്, ആ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങളൊരു നോട്ട് ഉണ്ടാക്കുക. ക്ലിയർ? നോട്ട് മസ്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് കണ്ടു, അങ്ങനെ വിട്ടു, ഇതെനിക്ക് അറിയാമെന്ന് പറഞ്ഞ് വിട്ടു, 1-2 ദിവസം നിങ്ങൾക്ക് ആ സംഭവം ഓർമ്മയുണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് ഓർത്തെടുക്കാൻ ചിലപ്പോൾ പറ്റില്ല. ചിലപ്പോൾ സാർ ഏതെങ്കിലും ഒരു ട്രിക്ക് പറഞ്ഞു തന്നു, അത് നിങ്ങൾക്ക് 1-2 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മറന്നു പോകും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള കറക്റ്റായിട്ട് നിങ്ങളൊരു നോട്ട് മേക്ക് ചെയ്യണം. നോട്ട് മേക്കിങ് നമ്മുടെ ഈ പ്രോസസ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ക്ലാസ് കണ്ടു, അതുപോലെ ടോപ്പിക് ടെസ്റ്റ് ചെയ്യണം. ഒരു ക്ലാസ് കണ്ടു, ഇപ്പോൾ ഒരു സിംപ്ലിഫിക്കേഷൻ എന്നുള്ള ടോപ്പിക്ക് നിങ്ങൾ ചെയ്തു, അതിൻ്റെ നോട്ട് ഉണ്ടാക്കി. പിന്നെ എന്ത് ചെയ്യണം? അതിൻ്റെ ടോപ്പിക് ടെസ്റ്റ് ചെയ്യണം. ആ ടോപ്പിക്കിനെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാടുള്ള ടെസ്റ്റ് ചെയ്യണം. ക്ലിയർ? നമ്മുടെ ആപ്പിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ടെസ്റ്റ് ഒക്കെ കാണാം. ക്ലിയർ? അതായത് നമ്മൾ അത് കഴിഞ്ഞിട്ട് നോക്കിയേ, നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളിപ്പോൾ ചെയ്തില്ലേ, അതായത് ക്ലാസ് വീഡിയോ കണ്ടു, നോട്ട് മേക്ക് ചെയ്തു, ടോപ്പിക് ടെസ്റ്റ് ചെയ്തു. ടോപ്പിക് ടെസ്റ്റിന് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യണം. എന്നിട്ട് ഇതൊക്കെ നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള, അതായത് ടോപ്പിക് ടെസ്റ്റ് ചെയ്യണം, റിവൈസ് ചെയ്യണം. അങ്ങനെ റിവൈസ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നമ്മുടെ കോഴ്സിൽ നിങ്ങൾ നോക്കിയാൽ പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി സെഷൻ. അപ്പോൾ ഇതെന്താ PWF എന്ന് പറയും, നമ്മൾ പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി PWF സെഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ, അതായത് പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി സെഷൻ ഉണ്ട്, പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി വർക്ക് ബുക്ക് ഉണ്ട്. ക്ലിയർ? ഞാൻ ഇത് തന്നെ ഫോളോ ചെയ്യണം എന്നല്ല പറയുന്നത്, ഇങ്ങനൊരു സംഭവം കൂടി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു കാര്യം കൂടി നിങ്ങൾ നോക്കുക. കോഴ്സ് എടുക്കാത്തവർ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാനും കൂടി നോക്കുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി സെഷൻ എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് ബുക്ക് തരും നിങ്ങൾക്ക്. വർക്ക് ബുക്കിൽ നോക്കിയേ, ഇപ്പോൾ ഡിവിസിബിലിറ്റി എന്ന ടോപ്പിക്കിന്റെ വർക്ക് ബുക്കാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഓരോ ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിന് സ്പേസ് ഉണ്ടാവും. അപ്പോൾ ഈ വർക്ക് ബുക്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ആദ്യം നിങ്ങൾ ക്ലാസ് കണ്ടു, അതിൻ്റെ നോട്ട്സ് ഉണ്ടാക്കി, നിങ്ങളത് റിവൈസ് ചെയ്തു. അതിനുശേഷം നിങ്ങൾ നോക്കി ഇവിടെ നിങ്ങൾ സ്വന്തമായിട്ട് ഇത് ചെയ്യാം. ഓക്കെ, സ്വന്തമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്
അതായത് ആ ടോപ്പിക് നിങ്ങൾ ഓൾറെഡി പഠിച്ചില്ലേ, അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. നിങ്ങൾ മാക്സിമം നിങ്ങളെ സ്റ്റെപ്പിൽ, നിങ്ങൾക്ക് പറ്റുന്ന സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യാം. ക്ലിയർ? അതാണ് വർക്ക് ബുക്ക്. ഇനി അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോക്കിയേ, പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി സെഷൻ ഉണ്ടാവും. അതായത് ഫാക്കൽറ്റി ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന സെഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ പറയും. ഇവിടെ നിങ്ങൾ ലെങ്തി പ്രോസസ്സിലായിരിക്കും ചെയ്തേ, അപ്പോൾ അതിലുള്ള ഷോർട്ട് കട്ടൊക്കെ ഇവിടെ ഉണ്ടാവും. ഐ മീൻ എന്താ, ഫാക്കൽറ്റി സെഷനിലുണ്ടാവും, ക്ലാസ് ഉണ്ടാവും, അതിലുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് കട്ടൊക്കെ ഇവിടെ എഴുതി വെക്കുക. ക്ലിയർ? അപ്പം അങ്ങനെ നിങ്ങൾ 2 ലെവലിലായി ഇവിടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ പ്രോസസ്സ്. എന്താണ് നമ്മളെ ഫസ്റ്റ് സ്റ്റേജ്? ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം. ക്ലിയർ? ഫസ്റ്റ് സ്റ്റേജ് പക്കയായില്ലേ? നമ്മൾ ഫൗണ്ടേഷൻ കഴിഞ്ഞു, ക്ലാസ് വീഡിയോ ഫൗണ്ടേഷനിലാണ്, ക്ലാസ് വീഡിയോ, പിന്നെ നോട്ട് ഉണ്ടാക്കി, ടോപ്പിക് ടെസ്റ്റ് ചെയ്തു, റിവിഷൻ ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ക്ലിയർ ആയി, സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്പീഡ് ആൻഡ് ആക്യുറസി ഇൻക്രീസ് ചെയ്യണം. അതെന്താ? ആദ്യം നമ്മൾ ഫൗണ്ടേഷനൊക്കെ കഴിഞ്ഞു, നമ്മൾ ടോപ്പിക്കൊക്കെ പഠിച്ചു, ഇനി നമ്മൾ സ്പീഡ് കൂട്ടണം. അപ്പോൾ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ, പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്യണം. സെക്ഷൻ വൈസ് ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരുപാട് ടെസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ടോപ്പിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റത്തെ കാര്യം പറഞ്ഞില്ലേ, ഫൗണ്ടേഷനിൽ നമ്മൾ ടോപ്പിക് ടെസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതാ ഓരോ സബ്ജക്ട് പാർട്ട് ടെസ്റ്റ് ഉണ്ട്. ഇപ്പോൾ മാത്സ് ആണെങ്കിൽ അതിൻ്റെ സബ്ജക്റ്റ്, അപ്പോൾ എന്താ, അതിൻ്റെ കുറച്ച് ടോപ്പിക് വെച്ചിട്ടുള്ള പാർട്ട് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ, സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാം. ഒരുപാട് ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ സബ്ജക്ട് ഫുൾ ടെസ്റ്റ്, മാത്സിൻ്റെ തന്നെ എല്ലാ ടോപ്പിക്കും വെച്ചിട്ടുള്ള ഫുൾ ടെസ്റ്റ് ഉണ്ടാവും, അതും ചെയ്യാം. പിന്നെ എന്താ, മൾട്ടിപ്പിൾ സബ്ജക്ട് പാർട്ട് ടെസ്റ്റ്. ക്ലിയർ? അത് 2-3 സബ്ജക്റ്റ് കൂടിയതാണ്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ, മാത്സിൻ്റെ സ്പീഡ് മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാം. മാത്സിൻ്റെ റീസണിങ് ടോപ്പിക് എടുക്കുന്നു, എന്നിട്ട് എന്താ, നിങ്ങൾ ആദ്യം ഫൗണ്ടേഷനൊക്കെ കഴിയുന്നു, അതിനുശേഷം ഇത് ചെയ്യാം. ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ 2 സ്റ്റേജായി. ആദ്യത്തെ സ്റ്റേജ് ഫൗണ്ടേഷൻ ആണ്, സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു സെക്കൻഡ് സ്റ്റേജിൽ കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുന്നു. ഇപ്പോൾ എന്താ, 90 മിനിറ്റിൽ നിങ്ങൾ 100 ക്വസ്റ്റ്യൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നു. പക്ഷെ അവിടെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്താൽ മാത്രം പോരാ, നമ്മളെന്താ ആക്യുറസിയും കൂട്ടണം. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തു പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ അവിടെ കുറേ നെഗറ്റീവ്, ഇപ്പോൾ എന്താ 100 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അതിലൊരു 60 ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ പിന്നെ എന്താ കാര്യമുള്ളത്? നമ്മൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ ആക്യുറസി ഇൻക്രീസ് ചെയ്യാൻ പറ്റണം. സ്പീഡിൻ്റെ കൂടെ തന്നെ ആക്യുറേറ്റ് ആയി ചെയ്യാൻ നോക്കണം. അതിനാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത്രയും സ്പീഡിൽ ഞാൻ ചെയ്തു, എനിക്ക് ഇത്രയും തെറ്റി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അവിടെ ആക്യുറസിയും കൂട്ടണം, സ്പീഡും കൂട്ടണം. ക്ലിയർ? അപ്പോൾ നമ്മൾ 2 സ്റ്റേജ് കഴിഞ്ഞു, ഫൗണ്ടേഷൻ, അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പീഡ് കൂട്ടി, ആക്യുറസിയും കൂട്ടി. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എക്സാം എഴുതാനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം. 3ാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ, മോക്ക് ടെസ്റ്റ് ചെയ്യലാണ്. 3ാമത്തെ സ്റ്റേജിൽ നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യണം. കാരണം എന്താ, എക്സാമിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം നമ്മൾ അവിടെ വിലയിരുത്തണം നമ്മൾ തന്നെ. അതിനുവേണ്ടി എക്സാമിന് പോകുന്നതിന് മുന്നേ ഉള്ള ഒരു ട്രയലാണ് മോക്ക് ടെസ്റ്റ്. അപ്പോൾ അവിടെ നിങ്ങൾ മാക്സിമം മോക്ക് ടെസ്റ്റ് എടുക്കുക. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ആ ടൈമിൽ തന്നെ, ഇപ്പോൾ എന്താ, CBT 1 ആണെങ്കിൽ 90 മിനിറ്റിൽ 100 ക്വസ്റ്റ്യൻ, CBT 2 ആണെങ്കിൽ 120 ക്വസ്റ്റ്യൻ 90 മിനിറ്റ്, അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യുക. അതായത് ഫുൾ സബ്ജക്റ്റ് മോക്ക് ടെസ്റ്റ് ആണ് ഇവിടെ പറയുന്നത്, എല്ലാ സബ്ജക്റ്റിനെയും കൂടി. അപ്പോൾ അതിൽ തന്നെ എന്താ, മോക്ക് ടെസ്റ്റ് കഴിഞ്ഞു, മോക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ അത് മടക്കി വെക്കരുത്. മോക്ക് ടെസ്റ്റ് നിങ്ങൾ അനാലിസിസ് ചെയ്യാം. അനലൈസ് ചെയ്തിട്ട് എന്താ, നിങ്ങൾക്ക് എവിടേക്കാണ് തെറ്റ് വന്നത്, എവിടേക്കാണ് നിങ്ങൾക്ക് തെറ്റ് വന്നത്, ഏത് ഏരിയയിലാണ് നിങ്ങൾ എന്താ കുറേ ടൈം എടുക്കുന്നത്, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. വീക്ക് ഏരിയ മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ വീക്ക് ഏരിയ നിങ്ങൾ ഒന്നും കൂടെ ട്രൈ ചെയ്യുക, ഫോക്കസ് ചെയ്യുക. എന്നിട്ട് കുറേ പഠിക്കുക, കുറേ മോക്ക് ടെസ്റ്റ് ചെയ്യുക, ഐ മീൻ എന്താ ടെസ്റ്റ് ചെയ്യുക, നമ്മളെ സബ്ജക്ട് ടെസ്റ്റ് ഒക്കെ ചെയ്യുക. എന്നിട്ട് എന്താ, വീക്ക് ഏരിയ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യിക്കുക. എന്നിട്ട് വീണ്ടും മോക്ക് ടെസ്റ്റ് എടുക്കുക. ക്ലിയർ? അപ്പോൾ ഇവിടെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യും, നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തണം. എങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാമിന് പറ്റുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ നെഗറ്റീവ് പറ്റുന്നത്, ഞാൻ ഏത് ക്വസ്റ്റ്യനൊക്കെയാണ് ആദ്യം അറ്റൻഡ് ചെയ്യുന്നത്, ഏത് തരത്തിലാണ് ഞാൻ എക്സാം എഴുതേണ്ടത്, അതൊക്കെ നിങ്ങൾ മോക്ക് ടെസ്റ്റിലൂടെ മനസ്സിലാക്കണം. എക്സാമിന് പോയിട്ട് നിങ്ങളിത് അവിടെ ചെയ്യാൻ നിൽക്കരുത്. എക്സാമിന് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ എങ്ങനെയാണ് എക്സാമിന് പെർഫോം ചെയ്യേണ്ടതെന്ന് മോക്ക് ടെസ്റ്റിലൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അതിന് ഒരു മോക്ക് ടെസ്റ്റ് എടുത്താൽ പോരാ, ഒരുപാട് മോക്ക് ടെസ്റ്റ് എടുക്കണം. അപ്പോൾ ഓരോ മോക്ക് ടെസ്റ്റിലൂടെയും നിങ്ങൾ നിങ്ങളുടെ വീക്ക്നെസ് മനസ്സിലാക്കണം. എന്നിട്ട് എക്സാമിന് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഫുള്ള് കറക്റ്റ് ചെയ്യണം. ക്ലിയർ? അങ്ങനെ നമ്മൾ എന്താ, ഈ 3 ഫേസിലൂടെ നമ്മൾ കംപ്ലീറ്റ് ആയി പഠിച്ചെടുക്കണം. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാത്സ് റീസണിങ് നമ്മൾ പഠിക്കേണ്ടത്. ഈ 3 സ്റ്റേജിലൂടെ പഠിക്കണം. അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വ്യക്തമായി നിങ്ങൾ പഠിക്കാം. അപ്പോൾ ഇതിനുള്ള നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് ഉണ്ട്, ആ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.